കുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ നല്ല കുട്ടിയായിരുന്നു, മീൻ വെട്ടി നടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പോഴും കണ്ടു. എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. സത്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ ഒരു സ്വാതന്ത്ര്യവും നോക്കണ്ട, നിങ്ങൾ അങ്ങ് നടന്നോളി. എന്ത് വേണമെങ്കിലും ചെയ്ത് നടന്നോളി. അതായത് നിങ്ങളിനിപ്പോൾ ഇട്ടില്ല പോലും നമ്മക്കെന്നാ, ഹനാൻ ഇട്ടുപോലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇട്ടുപോലും നമ്മക്കെന്നാ, അത് എന്തോ ചെയ്തോ. ഇതൊന്നും ഒരു ചർച്ചേൻ്റെ ആവശ്യം വരില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിനോടുകൂടി ആ പരിപാടി അങ്ങ് നിർത്തിയതാന്ന്. എന്താണെന്ന് വെച്ചാൽ ഇനി ആര് എന്ത് ഇട്ടില്ലെങ്കിലും നമ്മൾ നോക്കുകയും ചെയ്യില്ലായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാണ്ട് ആരാൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വേണമെങ്കിലും കിന്നാന്ന് പറഞ്ഞാൽ ഈ ഹനാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഹനാൻ്റെയൊക്കെ വേറെ ഒരു ഐഡിയ ഉള്ളത്. ഹനാൻ സ്കൂൾ കുട്ടികളുടെ യൂണിഫോം ഇട്ട് വന്നിട്ട് ചുമയുമുണ്ട്. സ്കൂൾ കുട്ടികളുടെ യൂണിഫോം ഇട്ട് വന്നിട്ട് ഒരു മീൻ കച്ചവടം ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഹനാന് തോന്നി ഇനി എങ്ങനെയാ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടേക്കുക. അത്രമാത്രം ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് ജീവിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഹനാൻ ഒന്നും ജനങ്ങൾക്ക് വലിയ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ സംഭാവന ചെയ്യാനോ ഒന്നും അല്ല. ഈ ഫെമിനിസ്റ്റം കൊണ്ട് ഇവരൊക്കെ എന്ത് സംഭാവന ചെയ്യുന്ന പറയുന്നത്. അതായത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാം ഇവരുമായിട്ട് കൂട്ടുകൂടിപ്പിക്കാതിരിക്കുക. അത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി പോവും, കുടുംബജീവിതമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് കുറേ എണ്ണം പറയുന്നത് എന്താ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ സിംഗിളാണ്. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതായത് ഇവിടെ ഇപ്പോൾ എന്താ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഈ ചർച്ച, അതിൻ്റെ അകത്ത് ഒരു അമ്മയുണ്ട്. ഒരു 65 വയസ്സുള്ള ഒരു അമ്മയാണ്, സാരിയെല്ലാം ഉടുത്ത് നല്ല നീറ്റായിട്ട് വന്ന അമ്മ. ആ അമ്മയെ എല്ലാവരും കൂടിയിട്ട് കീറി അങ്ങ് ഒട്ടിക്കുകയാ. കാരണം എന്താ വെച്ചാൽ അമ്മ ചെയ്യുന്നത് ശരിയല്ല, അമ്മ ഉടുത്തിരിക്കുന്ന വസ്ത്രം ശരിയല്ല, അമ്മ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തി മക്കളെ പോറ്റി, അതൊന്നും ശരിയല്ല. അത് ഈ ഫെമിനിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചലുണ്ടല്ലോ. അതായത് ഇവരെയൊന്നും പറഞ്ഞാൽ ഒരു ആൾക്കാർ പോലും വില വെക്കുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും എവിടെയും പോയിട്ട് ഇവർക്ക് ആകെയുള്ള ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാന്ന് നമുക്കറിയാം. വേറെ ഏടിയും ഒരു ബലിയും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ അമ്മയെ കാണുമ്പോൾ കുറച്ച് ചൊറിച്ചലുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്തെങ്കിലും പറയുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും മുറുമുറുപ്പോടു കൂടി നോക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുമ്പോൾ നല്ലോണം കയ്യടിക്കുന്നത്. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകരുടെ കയ്യടി ഉണ്ടല്ലോ മൊത്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ ഹനാന് വേണ്ടിയിട്ടോ മനാന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇത് കാണുന്ന ഞാനിപ്പോഴും ഇതിൻ്റെ അകത്ത് നോക്കി, അതായത് ഈ ശ്രീകണ്ഠൻ നായരുടെ ഷോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അമ്മ പറയുന്ന അമ്മയാണ് ശരി, ആ അമ്മയാണ്, അനുഭവമുള്ള അമ്മയാണ് ശരി. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്നിട്ട് കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് എന്ത് മണ്ണാക്കട്ട സ്വാതന്ത്ര്യം, നിങ്ങൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ട് നടന്നോളി, അതിനൊന്നും ഒരു കുഴപ്പമില്ല, തടഞ്ഞു കെട്ടി വീകാണ്ടിരുന്നാൽ മതി, അത്രയേ വേണ്ടു പറഞ്ഞ്. അതാ എന്ത് വേണമെങ്കിലും കാണിച്ച് എന്ത് കോപ്രായം കാണിച്ച് നടന്നോ, മറ്റുള്ളവർക്ക് പിന്നെ എന്താ പറയുക ഇതുണ്ടാക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാളെ കണ്ടില്ലേ, ബസ് കയറിയിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് മുട്ടി ഇങ്ങോട്ട് മുട്ടി, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് കേസ് കൊടുക്കാൻ പോയി, ആ ചെറുപ്പക്കാരൻ തീർന്നു. അതേപോലെ ഉണ്ടാകരുത്. നിങ്ങൾ എന്ത് കോപ്രായം വേണമെങ്കിലും കേട്ടി നടന്നോ. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് ഉടുക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊന്നും പോയിട്ട് ഒരിക്കലും കേസ് കൊടുക്കത്തില്ല. നിങ്ങൾ കേസ് കൊടുക്കുക. ഇന്നേപോലെ ആൾക്കാർ തുണി കൊടുക്കാണ്ട് നടന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കുക, ഞാനൊന്നും കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കുകയേ ചെയ്യില്ലായിരുന്നു. അതും അവരെ സ്വാതന്ത്ര്യമാണ്, മനസ്സിലായ. ചിലപ്പോൾ വേറെ ആരും കൊടുക്കുകയെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ബിക്കിനിയും ഇടണം പോലും അറിഞ്ഞു, ഇല്ലെങ്കിലും നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഞാൻ കൊടുക്കത്തില്ല കേട്ടാ, ഞാൻ ഒന്നിനും കൊടുക്കത്തില്ല, ഞാൻ കൊടുക്കൂല. നിങ്ങൾ കൊടുക്കുക, ഞാനും കൊടുക്കില്ല. ഇനി കൊച്ചിയിൽ അങ്ങനെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ട്രെയിൻ പിടിച്ചിട്ട് പോകും കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ചുംബന സമരം കാണാൻ വേണ്ടിയിട്ട് പോയ പോലെയായിരുന്നു. കാണാം ആരാൻ്റെ ചുണ്ട് കടിച്ചു കഴിച്ച്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഓനെ മറ്റേ രോഗം വന്നു എന്ന് ചോദിച്ചാൽ അമ്മക്ക് എന്നാടാ പറഞ്ഞ്, നിങ്ങളൊന്ന് പറയാറുണ്ട്. ഇപ്പം കാണുന്നില്ലേ ബാംഗ്ലൂരിൽ കാലെടുത്ത് വെക്കാൻ പറ്റൂല പോലും, അത്രയും ഭയങ്കര മറ്റേ രോഗികളാവൂലും. അങ്ങനെയുള്ള കുറേ പിന്നെ എന്താ പറയേണ്ടത്, ഈ ചവറുകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. ഈ ചുംബന സമസ്യയെല്ലാം വരുന്നത് ഇങ്ങനത്തെ ചവറുകളും വരും ചിലപ്പോൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആരെങ്കിലും നോക്കാൻ പറ്റുമോ? എല്ലാവരും പിടിച്ച് ചുംബിക്കണം എന്ന് വെച്ചാൽ അത് നടക്കൂല. അതുകൊണ്ട് ഈ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. നിങ്ങൾക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, നിങ്ങൾ എന്തു വേണമെങ്കിലും ധരിച്ചോ.
മനസ്സിലാക്ക്. പിന്നെ എനിക്കൊരു സംശയടേ, അപ്പോ ഈ തൊപ്പിക്കെതിരെ ഇങ്ങനെ കേസെടുത്ത് അശ്ലീലം പറഞ്ഞതുകൊണ്ടാണോ അല്ല അശ്ലീലം കാണിച്ചത് കൊണ്ടാണോ അറിയില്ല കേട്ടാ. അതുകൊണ്ട് അത് പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. ഇനി വേറെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ തൊപ്പിയാന്നെങ്കിൽ പേടി ഒളിവിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ വെളിയിൽ കാണിക്കുന്ന ഡ്രസ്സ് വേണമെന്ന് ഇവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് അമ്മ പറയുന്നത് എൻ്റെ പൊന്നുമക്കൾ അങ്ങനെയുള്ള ഡ്രസ്സ് ആകരുത്. അതായത് ഈ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ പലതും തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പലതും കാണുമ്പോഴാണ്. അപ്പോഴവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഞ്ഞു കുട്ടികളുടെ മറ്റേവരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ന്യായീകരണമുണ്ട്. അപ്പോൾ ഞാനും ഈ അമ്മച്ചിയോട് പറയുകയാണ്, അമ്മച്ചി ഇനി മിണ്ടണ്ട പോട്ടെ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടം അതാണെങ്കിൽ അത് നടന്നോട്ടെ. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പല ആൾക്കാരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടാ. അത് വേറെ ഒന്നുമല്ല, അവരങ്ങനെയാണ്. ആരാൻ്റെ മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാലും കാണാൻ നല്ല ചേലി എന്ന് പറഞ്ഞ പോലെ ഈ പിന്നെ എന്താ വേണ്ടേ ഈ പേരെന്നാ അതിൻ്റെ ആ ഒരു കൂട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള എന്തോന്ന് ഇട്ട് വന്നത്. അപ്പം അത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. നമ്മളെ വീട്ടിലൊന്നും അല്ലല്ലോ, നമ്മളൊക്കെ ഹനാൻ. അപ്പം അതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, അത് നമ്മളെ കുടുംബത്തിലൊന്നും അല്ലല്ലോ. അയ്യ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കിട്ടിക്കോട്ട് എന്നുള്ള മൈൻഡുള്ളവരെയും ഞാനവിടെ കണ്ടു. അതാണ് പകുതി ആൾക്കാരും അങ്ങനെയാ. ഈ ഹനാൻ നമ്മളെ ആരാ? എൻ്റെ അമ്മാവൻ്റെ മോനാണോ, എൻ്റെ അമ്മാവൻ്റെ മോളാണോ, അല്ല എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണോ? ഒന്നും അല്ല. അവളങ്ങനെ അങ്ങ് പോയിക്കോട്ടോ, അവളെ നമുക്ക് കുറച്ചങ്ങ് ഇട്ട് ബാട്ട. ഇതും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യവും കുഴപ്പമില്ല, എല്ലാം എടുത്തോട്ടെ. നമ്മുടെ മക്കളുടെ കാര്യം മാത്രം നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇവരെ പുറകെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരം കാണുള്ളൂ. കാരണം ഇവർക്ക് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നല്ലതായിട്ട് ജീവിക്കുന്നവരോട് ഭയങ്കര പുച്ഛമാണ്. അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നാണ് ഈ കൂട്ടരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും ഭയങ്കര പ്രശ്നമുണ്ടാക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ ഈ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ഫെമിനിസ്റ്റങ്ങളെ കൊണ്ട് നടക്കണം. എന്നിട്ട് കല്യാണമൊന്നും കഴിക്കാതെ എന്ന് പറഞ്ഞാൽ കുടുംബമൊന്നും വേണ്ട, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങനെയുള്ള ഒരു ഇത് മാത്രമാണ് അവരൊക്കെ ആലോചിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് വേറെ ഒരു തേങ്ങാക്കൊലിയില്ല. ഈ ചർച്ചയ്ക്ക് വന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുടുംബിനിയായിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ അവിടെ ഹനാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹനാനും വേറെ ഏതൊരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയും പിന്നെ ഒറ്റയ്ക്കൊന്നല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിവാഹം കഴിച്ചു പോകും. ഈ ഹനാൻ ഇവറ്റുകളുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ഓടി നടന്നിട്ട് എല്ലാവരുടെയും ചണ്ടയാകാൻ വേണ്ടിയിട്ട് വഹിക്കപ്പെട്ടല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ അകത്തുള്ള ചെറിയൊരു ഭാഗം കേട്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വെട്ടി നടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും കുട്ടി വളരും തോറും ശരീരത്തിലെ തൂർ കുറഞ്ഞു വരിക. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചെടുക്കുന്നത്? പണ്ടത്തെ സ്ത്രീകൾ മാറി മറക്കാതെ നടന്നിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നാണ് ഒരു മുണ്ടും ബ്ലൗസുമായി ഒരു നേരിയതായി ആണുങ്ങൾ ഒരു തോർത്ത് മാത്രം കൊടുത്തോണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്ന് വസ്ത്രം ഇല്ലായിരുന്നു. മാറി മറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറി മറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറി മറയ്ക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഇപ്പൊ മാറി മറയ്ക്കൽ സമരം ഒന്നുകൂടി നടത്തേണ്ടി വരും. അടുത്തൊരു വിഷയം വരുമ്പോ ഞാനാണ് ആദ്യം ചാടി വീണ് ഇവിടെ എല്ലാവരും പിച്ച് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ്. അത് ഒന്നാമത്തെ കാര്യം. മാം പറഞ്ഞ പോലെ മാം ഇവിടെ സാരി കൊടുത്ത് നല്ല ഭാരതീയ സംസ്കാര പ്രകാരം വന്നിരിക്കുന്ന വളരെ ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് സമയമുണ്ട്. ഓക്കെ, മാം പറഞ്ഞ എന്താണ്? വസ്ത്രം ഉപയോഗിക്കുന്നു, ധരിക്കുന്നു, അത് ആരുടെ ഇഷ്ടപ്രകാരം, പുരുഷന്റെ ഇഷ്ടപ്രകാരം കൂടി ആണെങ്കിൽ നന്നായിരിക്കും. മാം ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഏത് പുരുഷന്റെ അനുവാദം ചോദിക്കണ്ടേ? എന്റെ കാശിൽ ഞാൻ കൊടുത്തു വാങ്ങുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വസ്ത്ര സ്വാതന്ത്ര്യം ബാക്കിയുള്ള മൗലികാവകാശങ്ങളൊക്കെ ഉണ്ട് സംബന്ധിച്ചു. സാരി വിൽക്കുന്ന പോലെ തന്നെയാണ് ഹനാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ക്രോപ്പ് ടോപ്പും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കടകളിൽ വിൽക്കുന്നത്. നിയമപ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്ത്രം കടകളിൽ വിൽക്കാൻ പാടില്ലല്ലോ.
അവിടെ വിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ അധ്വാനിച്ച കാശ് കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ കാശ് കൊടുത്ത് വാങ്ങുന്ന എനിക്ക് അത് ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞ സ്കൂളുകളിലെ കാര്യം പറഞ്ഞ ഒരു വാക്കി വെച്ചോട്ടെ. മാം എന്തുകൊണ്ട് ഫ്രണ്ടെല്ലാം മറച്ചു വന്നിരിക്കുന്നു ഇവിടെ? അത് എന്റെ സ്വാതന്ത്ര്യം മാം. അതാണ് സംസ്കാരം. ഞാനിപ്പോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ ഡ്രസ്സ്. അപ്പൊ മാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെ കാലിന് ഇത്ര ഭാഗം കാണുന്നു, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? കണ്ടില്ല. സ്വാതന്ത്ര്യം ഉണ്ടോ വസ്ത്രം ധരിക്കാനെന്നുള്ളതല്ലേ? അത് തീർച്ചയായും വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല പറയണത്, നമുക്ക് കുറച്ച് സാമൂഹിക ബോധത്തിനെ പറ്റിയാണ് പറയണത്. അമ്പലത്തിൽ അപ്പോ ഈ ഹനാനോട് ഭയങ്കരമായിട്ടുള്ള ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇല്ല എന്നാണ് പലരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഹനാന് എന്താ പറയേണ്ടത്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഹനാന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇല്ല എന്നാണ് ഈ അമ്മച്ചിയും പറയുന്നത്. ഏതായാലും ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അത് അവരുടേതായ ഇതിൽ പോകട്ടെ, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒറ്റ വാക്കിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു സ്വാതന്ത്ര്യവും വേണ്ട, അവരവർക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ എന്തോ ചെയ്യോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഈ എന്നാ പറയേണ്ടത്, ഇനിയിപ്പോഴും മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ചു നടക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. പലതരത്തിലുള്ള ആഗ്രഹമല്ലേ. നമ്മൾ എന്തിനാണ് ഡ്രസ്സ് ഇടുന്നത്? നമ്മളെ നഗ്നത മറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ഇത് ആരെങ്കിലും കാണിക്കണം എന്ന് വിചാരിച്ച് നടക്കോടോ? നിങ്ങളൊന്ന് പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളും കാര്യങ്ങളൊക്കെ ആരെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം വേണം എന്നൊന്നും വിചാരിച്ചിട്ട് ഒരാണും പെണ്ണും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില ആൾക്കാർ എന്തോ സമൂഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ, ഇനി അവർക്ക് ചെറുപ്പകാലങ്ങളിലുള്ള അവരുടെ ട്രോമയാണോ, അല്ലെങ്കിൽ അവരുടെ മതത്തോടുള്ള അല്ലെങ്കിൽ മറ്റുള്ളതിനോടുള്ള വിമുഖതയാണോ എന്ന് എനിക്കറിയില്ല. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കോപ്രായ പരിപാടികൾക്ക് നിൽക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തോട്ടെ. വിടുവേ വേണ്ട.